ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റംസാൻ സ്പെഷ്യൽ ഇഫ്താറിന് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള മിനി ടാക്കോസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല രുചിയാണ്, ഒരു പുതു രുചിയിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിൽ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ ചേർത്താൽ മതി. നമ്മൾ ലാസ്റ്റ് ഇതിൽ നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ ചീസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തത്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണേ ഇത് ചെയ്യാൻ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി 3 ഉള്ളി നേർമയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇത് വഴറ്റണം. തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. നമ്മൾ ഉള്ളിയും ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കണം. 1 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പൗഡർ, പിന്നെ 1 ടീസ്പൂണ് ഓറിഗാനോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നവരെ നല്ലോണം ഇത് വഴറ്റണം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാപ്സിക്കം ചേർക്കണം. 1 കപ്പ് നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കാണ് ചേർക്കേണ്ടത്. റെഡും ഗ്രീനും മിക്സ് ആക്കിയത്, എന്നാലൊരു കളർഫുള്ളാകുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അഥവാ നിങ്ങൾക്ക് റെഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്രീന് മാത്രം ചേർത്താലും മതി. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ചീസ് ചേർക്കണം. സ്ലൈസ് ചീസ് ഒരു 4 പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് അടച്ചു വെക്കുക, ആ ചീസ് ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് തുറക്കാം. അപ്പോൾ ചീസ് ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചീസ് ഈ മസാലയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോട്ടിയ ബ്രെഡാണ് വേണ്ടത്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ മൈദയും ഒലിവ് ഓയിലും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് അത് പരത്തിയിട്ട് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് വാട്ടിയിട്ട് ഇതേപോലെ മുറിച്ചെടുത്താലും മതി. ടോട്ടിയ ബ്രെഡ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു 8 ടാക്കോസ് കിട്ടിയിട്ടുണ്ട്. ഈ ചീസ് മൊസറല്ല ചീസും ചെഡ്ഡർ ചീസും കൂടിയിട്ട് മിക്സ് ആക്കിയാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓവനിൽ വെക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫില്ലിങ് നിറച്ചിട്ട് വെച്ച് കൊടുക്കാം. ഒന്നിങ്ങനെ ഏകദേശം ഒന്നും ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഒരു പാത്രം വെക്കുക, എന്നാലേ അല്ലെങ്കിൽ അത് തുറന്നു പോകും. എന്നിട്ട് പിന്നെ നെക്സ്റ്റും കൂടി അതേപോലെ ചെയ്തിട്ട് വെക്കുക.
ഒരു 2-3 ടേബിൾ സ്പൂണ് നിങ്ങൾ ഫില്ലിങ് വെക്കേണ്ടി വരും. അങ്ങനെ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് മൊസറല്ല ചീസും ചെഡ്ഡർ ചീസും മിക്സ് ആക്കിയതാണ്. എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചൂടാക്കിയിട്ട ഓവനിൽ ഒരു താഴെ ഒരു 20 മിനിറ്റും പിന്നെ മേലെ ഈ ചീസ് ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അഥവാ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഈ ടാക്കോസ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്താൽ മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ ഇതെല്ലാം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിക്കൽ. പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറിന് നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വിശേഷമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരെക്കും ബായ്.